അപാല എന്ന് പറയുന്ന ഒരു ഋഷിപുത്രിയുടെ കഥ നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു വരാറുണ്ട്. അപാല ഒരു ഋഷികുമാരിയാണ്. ജീവിതത്തിലെ ദൗർഭാഗ്യം കൊണ്ട് അവർക്ക് കുഷ്ഠരോഗം പിടിപെട്ടു. അവരാകെ ബുദ്ധിമുട്ടി. എല്ലാവരും അവർ ഉപേക്ഷിച്ചു. പണ്ട് കാലത്ത് കുഷ്ഠരോഗം വന്നാൽ ഒരു സമൂഹം ബഹിഷ്കരിക്കും, കുടുംബം ബഹിഷ്കരിക്കും. ഒരനാഥമായി ആ ദുഷ്കരമായ സാഹചര്യത്തിൽ അവരെ ഭർത്താവ് പോലും അവർ ഉപേക്ഷിച്ചു. പക്ഷെ അവർ പരാജയപ്പെടാതെ ഗായത്രി മന്ത്രസാധനയിലൂടെ ഉപാസന ചെയ്ത് സൂര്യഭഗവാനെ സ്വാംശീകരിച്ച് ആ ചൈതന്യത്തിലെ ഊർജം കൊണ്ട് അവർ മുമ്പോട്ട് പോയി. തപശക്തിയുടെ ഫലമായിട്ട് അവരുടെ അസുഖം മാറി. പൂർണ്ണമായിട്ട് അവർ അസുഖം മാറി. മാത്രമല്ല, അവർ പണ്ഡിതയായിത്തീർന്നു. ഋഗ്വേദത്തിലെ പല മന്ത്രങ്ങളും അപാലയുടെ പേരാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ധാരാളം മന്ത്രങ്ങൾ പോലും സൃഷ്ടിക്കാൻ കഴിയുന്ന രീതിയിൽ മന്ത്രദൃഷ്ടാവായിട്ട് അവർ ഉയർന്നു. ഒരു സാധാരണ വ്യക്തിത്വം ജീവിതത്തിൽ പ്രതിസന്ധി വന്ന സമയത്ത് അത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഗായത്രി മന്ത്രസാധന ചെയ്തത്. അവരതിനെ മറികടന്നു എന്ന് മാത്രമല്ല, സ്വന്തമായിട്ടൊരു വ്യക്തിത്വം സ്ഥാപിച്ചെടുത്തു, സമൂഹത്തിൽ സ്ഥാനം നേടിയെടുത്തു, ഒരു പണ്ഡിതയായിത്തീർന്നു. അപ്പോൾ സാധനയുടെ നമുക്ക് ആഗ്രഹം സാധിക്കുമെന്ന് മാത്രമല്ല, സാമാന്യേന നമ്മൾ ആഗ്രഹിക്കാത്ത പല സാധനങ്ങളും പല ഗുണങ്ങളും നമുക്ക് വന്നു ചേരും എന്ന ഏറ്റവും നല്ല ഉദാഹരണമാണിത്. ജീവിതത്തിൽ സമൂഹം പോലും ബഹിഷ്കരിക്കുന്ന രീതിയിലുള്ള രോഗമാണല്ലോ ഏറ്റവും വലിയ ദുഃഖങ്ങളിലൊന്ന്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഗായത്രി മന്ത്രോപാസന നമുക്ക് നമ്മുടെ വിധി മാറ്റിമറിക്കാം. നമുക്ക് തീരുമാനിക്കാം നമ്മൾ എന്താണെന്നോ ആവണമെന്നുള്ള കാര്യം. സമൂഹം പോലും അംഗീകരിക്കുന്ന രീതിയിലുള്ള ഒരു ഉയർന്ന അവസ്ഥയിലേക്ക് നമുക്ക് ഉയരാൻ ഗായത്രി മന്ത്രസാധന നമ്മളെ സഹായിക്കും എന്ന ഏറ്റവും നല്ല ഉദാഹരണമാണ് പുരാണങ്ങളിലുള്ള അപാലയുടെ കഥ.